വന്ന് ടി വിയിൽ പരസ്യം കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ സ്വസ്ഥത തകർക്കുന്ന പരസ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഇന്ന് ഒരു സംഭവം ഉണ്ടായി പറഞ്ഞുതരാം. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാതിരുന്നപ്പോൾ അച്ഛൻ ന്യൂസ് ഇട്ട്, അവിടെ അല്ല പ്രശ്നം, ന്യൂസ് ഇട്ടപ്പോൾ അതിലൊരു പരസ്യം വന്നു. എന്ത്? m4married.com. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത്, അമ്മ പറഞ്ഞ് പെട്ടെന്നേ ഇതിൽ പ്രൊഫൈൽ കൊണ്ടിടായിരുന്നു ഇവളുടെ, അല്ലാണ്ട് ഇവള് പഠിച്ച് രക്ഷപ്പെടുന്നു എനിക്ക് തോന്നണിയാന്നാണ്. അപ്പം ഞാനിത് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു, ഫോട്ടോ ഒന്നും ഇല്ല അല്ലേ എന്ന് പറഞ്ഞു. ആ പറഞ്ഞത് മാത്രം എനിക്ക് ഓർമ്മ ഉണ്ട് ഗൈസ്, കാരണം ഇവിടെ ഒരു അടിയായിട്ട് വന്ന് വീണത്. അപ്പം ഞാൻ ഞെട്ടി. ഞാൻ വിളിച്ചു എൻ്റെ ഭാഗത്ത് എന്താ തെറ്റ്, ഒരു ഫോട്ടോ ഇല്ല പറഞ്ഞാണോ തെറ്റ് എന്നുള്ള മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോഴാണ് അമ്മ പറയണത്, ഡയലോഗ് ഉണ്ടായിരുന്നു, 3-4 ദിവസമായി മനുഷ്യൻ ശ്രദ്ധിക്കണു, ഒരു അക്ഷരം പഠിക്കണില്ല, അപ്പം പഠിച്ചോട്ടെ വിചാരിച്ചിട്ട് ഒന്ന് എരി കയറ്റിയതാണ്, കെട്ടിക്കുന്ന് പറഞ്ഞാലെങ്കിലും പഠിക്കല്ലോ വിചാരിച്ചിട്ടെന്ന്. അപ്പം ഫോട്ടോ വേണമല്ലോ എനിക്ക് എന്ന് ചോദിച്ചു. ഞാനെനിക്ക് പാവം തോന്നി ഗൈസ്. അപ്പോൾ സത്യം പറയട്ടെ, എനിക്ക് പാവം തോന്നി. ഞാൻ അങ്ങനെ തല അങ്ങനെ കുനിച്ചിരുന്നു, അയ്യോ പറയണ്ടില്ലായിരുന്നു എൻ്റെ അമ്മ എത്ര വിഷമിച്ചു. പക്ഷെ അതിനേക്കാളും വിഷമമുണ്ടാക്കി വേറൊരു സംഭവം ഉണ്ട് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ അതിന് ശേഷം ഒരു ഡയലോഗ് പറഞ്ഞു. എനിക്ക് ഈ അടിയൊന്നൊരു വേദനയായിട്ട് തോന്നിയില്ല. കുറച്ച് കഴിഞ്ഞ് അവർ മനസ്സിലാക്കിക്കോളൂ എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ അച്ഛനൊരു ഡയലോഗ് അടിച്ച്, ഞാൻ എനിക്ക് ജോലി ആയാലും എന്നെ കെട്ടിക്കൂലടിയെന്ന്. അതിവിടെ കൊണ്ട് ഗൈസ്. അതൊക്കെ തോന്നണം ഈ അച്ഛൻ തമാശയ്ക്ക് പറഞ്ഞാന്ന്. ഉറപ്പായിട്ട് അച്ഛൻ സീരിയസ് ആയിട്ട് പറഞ്ഞാവാൻ ചാൻസ്. കാരണം ചിരിയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പോൾ പേടി, ഇനിയിപ്പോൾ കെട്ടിക്കൂല ഗൈസ്, ഇനിയിപ്പോൾ ജോലി ആയാലും എന്നെ കെട്ടിക്കൂല എന്നൊക്കെ ഒരു ഡൗട്ടുണ്ട്. കാരണം വെച്ചാൽ ആ ടോണ് വെച്ചിട്ട് ഞാൻ അതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവരും പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഭാവിയെ വരെ തകർക്കുന്ന പരസ്യങ്ങൾ ആവാം. അപ്പോൾ പരസ്യങ്ങൾ കാണുമ്പോൾ ചിലപ്പം വീട്ടുകാർ പലതും പറയും, നമ്മളത് മൈൻഡ് ചെയ്യാതെ ഇരിക്കുക, ഇഗ്നോർ ചെയ്ത് വിടുക. അല്ലെങ്കിൽ ചിലപ്പോൾ കല്യാണം പോലും കഴിക്കാൻ പറ്റാണ്ടാവും. അത്രയൊക്കെ ഉള്ളൂ ഗൈസ്, എല്ലാവരും ശ്രദ്ധിക്കുക.